ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളായി ഞാൻ ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഇട്ട് തരണമെന്ന് വിചാരിക്കണം. നിങ്ങളിൽ ചിലരെങ്കിലും ഈ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് അവരോട് ഞാൻ സോറി പറഞ്ഞിട്ടാണ് ഈ വീഡിയോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുന്നുണ്ടോ, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടൂ കേട്ടോ. ഞാൻ അതിന് റിപ്ലൈ തരാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പേസ്റ്റ്, അതായത് ഹെന്ന പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ്. അതിനാവശ്യമായിട്ട് ഒരു ബൗള്, അതായത് നമ്മൾ പൊടിച്ചു വെച്ച മൈലാഞ്ചി പൊടി, ഒരു പിന്നെ നമുക്ക് ടേപ്പ് വേണം, പിന്നെ എസെൻഷ്യൽ ഓയിൽ വേണം. എസെൻഷ്യൽ ഓയിൽ ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ ഷോപ്പിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് സെല്ലോ ഷീറ്റാണ്. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 5ഉം വിഡ്ത്ത് 8ഉം ആണ് കേട്ടോ. ഏകദേശം നമ്മുടെ ഈ കയ്യിൻ്റെ ഒക്കെ ഒരു അളവ്. ഓക്കെ, ഇനി കുറച്ച് പഞ്ചസാര വേണം, പിന്നെ വെള്ളം വേണം, ഒരു കത്രിക, അത് നമ്മുടെ ടേപ്പ് മുറിച്ചെടുക്കാൻ വേണ്ടി. കുഞ്ഞ് ടേപ്പില്ല, വലിയ ടേപ്പാണ് ഉള്ളത്. ഓക്കെ, ഇത് ഞാൻ ഒരു സാമ്പിൾ കാണിക്കാനായിട്ട് സാധാ ഒരു ഷീറ്റ് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പൈപ്പിംഗ് ബാഗാണ്. പൈപ്പിംഗ് ബാഗ് തൽക്കാലം നമുക്ക് ആവശ്യം വരുന്നില്ല, കാരണം ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അപ്പോൾ എന്തൊക്കെ വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഹെന്ന കോൺ മേക്കിംഗ് നോക്കാം. ഓക്കെ, അതിനാവശ്യമായിട്ട് 2 സ്പൂണും നമ്മുടെ ഹെന്ന പൗഡർ വേണം. ഇപ്പം നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് 2 സ്പൂണ് ഹെന്ന പൗഡറിന് ഒരു 1/2 സ്പൂണോളം പഞ്ചസാരയും 1/2 സ്പൂണോളം എസെൻഷ്യൽ ഓയിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ശരിക്കും ഇതൊരു 100 ഗ്രാം ഒക്കെ ഹെന്ന പൗഡർ എടുക്കുകയാണെങ്കിൽ ഒരു 30 ഗ്രാം ഷുഗറും 30 ഗ്രാം ഓയിലും വേണം ആഡ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ മൈലാഞ്ചിയിൽ ഈ പഞ്ചസാര ആഡ് ചെയ്യണത് നമ്മുടെ മൈലാഞ്ചിയുടെ കളർ ഒന്നും കൂടെ കൂടാനും അതുപോലെ നമ്മുടെ സ്കിന്നിലേക്ക് വേഗം ഇണങ്ങാനും വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ ഈ ഡിസൈൻ വരച്ച ശേഷം പഞ്ചസാരയുടെ കണ്ടന്റ് ഡ്രൈ ആകാതിരിക്കാനും പഞ്ചസാരയുടെ കണ്ടന്റ് വളരെയധികം സഹായിക്കുന്നുണ്ട്. മൈലാഞ്ചിയുടെ നാച്ചുറൽ കളറിന് ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടി ഡാർക്കൻ ചെയ്യാനായിട്ട് എസെൻഷ്യൽ ഓയിൽ ചേർക്കുന്നത്. ഇത് ലാവെൻഡർ, പിന്നെ ടീ ട്രീ, അങ്ങനെ കുറേ ടൈപ്പ് എസെൻഷ്യൽ ഓയിൽ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ എസെൻഷ്യൽ ഓയിലാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. ഇനി നമുക്ക് കുറച്ചീശയായിട്ട് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ചെറുനാരങ്ങയുടെ നീര് അല്ലെങ്കിൽ ചായയുടെ വെള്ളം ഉപയോഗിക്കാം കേട്ടോ. വെള്ളം നമുക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ എന്താ പറയുക, കുറച്ചൊക്കെ ലംസ് ഉണ്ടാവും. അതൊന്നും ഇപ്പം തന്നെ വല്ലാണ്ട് ഉടച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു 8 മണിക്കൂറെങ്കിലും നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനായിട്ട് നമുക്ക് ഫുഡ് വാപ്പോ അല്ലെങ്കിൽ ക്ലൈം വാപ്പോ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ കവർ ചെയ്ത് വെക്കാനായിട്ട് ഇത് നല്ല പോലെ കവർ ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കൊരു 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ റെസ്റ്റ് ചെയ്യണ പ്രോസസ്സിനെ ഡൈ റിലീസ് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ചൂട്, ഇപ്പം ചൂടല്ല, ഇപ്പം മഴയാണ്.
എങ്കിലും ചൂടുള്ള സമയത്താണെങ്കിൽ ഒരു 6-8 മണിക്കൂർ എന്തായാലും വെക്കേണ്ടി വരും. ഞാനിത് ചൂടുള്ള സമയത്താണ് എടുത്തത്, അതുകൊണ്ടാണ് ഒരു 8 മണിക്കൂറെങ്കിലും പ്രസ് ചെയ്യാൻ വെക്കണം എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് കോൺ എങ്ങനെയാണ് റോൾ ചെയ്യണത് എന്ന് നോക്കാം. ഇതുപോലെ മുകൾ ഭാഗത്തായിട്ട് ഇടത് സൈഡിൽ ഈ തള്ളവിരൽ കൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഈ വലതു കൈ കൊണ്ടാണ് നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുന്നത്. ഉള്ളിലേക്ക് ഇതുപോലെ ചുരുട്ടി പണ്ട് നമ്മൾ ഈ കപ്പലണ്ടി കപ്പലണ്ടി പൊതി ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ അങ്ങനെ റോൾ ചെയ്ത് അവസാനം ഒരു ഹോള് പോലെ വരും. അവിടെ നമുക്ക് ഇതുപോലെ ഒരു പിന്ന് ലൂസായി വെക്കാം. ഈ പിന്ന് എങ്ങനെ വെക്കണത്, നമ്മൾ എല്ലാ ഇതിലും ഒരേ അളവ് വരാനായിട്ടാണ്. അത് നല്ല പോലെ ഇട്ടിട്ട് അതിനനുസരിച്ച് ടൈറ്റൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് നമ്മുടെ സെല്ലോ ടേപ്പ് നല്ലതുപോലെ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ 8 മണിക്കൂറും കഴിഞ്ഞു. നമുക്കിനി ഹെന്ന പേസ്റ്റിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഈ ഹെന്ന ഭയങ്കര കട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നോക്കാം. വേഗം ശ്രദ്ധിക്കണം, കട്ടി ഫീൽ ചെയ്താൽ മാത്രമേ വെള്ളം ആഡാക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ വെള്ളമാണ് കൂടിപ്പോയിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഹെന്ന പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 8 മണിക്കൂറിന് മുമ്പ് മൈലാഞ്ചിയുടെ കളർ ഒരു ഡാർക്ക് ഗ്രീൻ ആയിരുന്നു. അത് എന്താ പറയുക, ഒരു ഓറഞ്ച് ബ്രൗൺ ആ ഒരു കളറായി മാറിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഡൈ റിലീസ് നടന്നു എന്നാണ്. ഇതൊരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്താൽ ഇതിൽ ലംസ് ഒക്കെ സ്മൂത്തനായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. കുറെ യൂട്യൂബ് വീഡിയോയിലൊക്കെ കണ്ടുണ്ടാവും ഈ സോക്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണത്. അതെന്തിനാന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം. അത് ഈ ഫിൽട്രേഷൻ കുറവുള്ളതിനാലാണ് അത്തരം സോക്സുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യണത്. നമ്മുടെ ഹെന്ന പേസ്റ്റ് ക്വാണ്ടിറ്റി കുറവായതിനാൽ പൈപ്പിംഗ് ബാഗിന് പകരം നമ്മൾ റോൾ ചെയ്തെടുത്ത പോലെ ഇത്തിരി കൂടി വലുതാക്കിയിട്ട് പൈപ്പിംഗ് ബാഗ് പോലെ ചെറിയൊരു പൈപ്പിംഗ് ബാഗ് പോലെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വേഗം വരാം. ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.